ദേ ഞങ്ങൾ ഒരിക്കൽ കൂടി പുതിയ നമ്മളുടെ ഒരു ഓണത്തിൻ്റെ വിഭവമായി എത്തിയിട്ടുണ്ട്. കണ്ടാൽ നിങ്ങൾക്കറിയാമായിരിക്കും ഇതൊക്കെ ഇരിക്കണ കാണുമ്പോൾ എന്തായിരിക്കും എന്നുള്ളത്. ഇന്ന് നമ്മൾ ഓണത്തിന് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു അവിയൽ അങ്ങോട്ട് റെഡിയാക്കാം. നമുക്ക് അവിയലിന് എന്തൊക്കെ വേണമെന്നൊന്ന് നോക്കാം. ഇതിപ്പോൾ നമ്മളുടെ ഓണത്തിൻ്റെ 6ാമത്തെ വിഭവമാട്ടാ. അപ്പോൾ ഇതിൽ ഏറ്റവും ആദ്യം നമുക്ക് വേണ്ടതൊരു അവിയൽ ഉണ്ടാക്കുമ്പോൾ ഏത്തക്കായാണ്. ഇത് ഞാൻ 2 ഏത്തക്കായ എടുത്തിട്ടുണ്ട്, കറിവേപ്പില, മത്തങ്ങ ഒരു ചെറിയ കഷ്ണം, വള്ളിപ്പയർ അച്ചിങ്ങപ്പയറില്ലേ അത്, പടവലങ്ങയുടെ ഒരു കഷ്ണം, ഇവിടെ ഒരു കഷ്ണം വെള്ളരിക്ക, കുമ്പളങ്ങ, മുരിങ്ങക്കോല്, ക്യാരറ്റ്, ബീൻസ്, പച്ചമുളക്, പിന്നെ എടുത്തിരിക്കുന്നത് ഒരു ചെറിയ മാങ്ങയാണ്. നമ്മളുടെ അവിയലിനൊരു ചെറിയ പുളി വേണമല്ലോ. തൈരൊക്കെയാണ് എല്ലാവരും ചേർക്കാറുണ്ട്, പക്ഷെ ഞാനിവിടെ ഒരു കഷ്ണം മാങ്ങ ചേർത്താണ് അവിയൽ ഉണ്ടാക്കാറ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ശരിയാക്കണേന്ന് കഷ്ണങ്ങളൊക്കെ മുറിച്ചെടുത്തതിന് ശേഷം ഞാൻ തിരിച്ചു വരാം. അപ്പോൾ നമ്മൾ എല്ലാ പച്ചക്കറികളും നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്, എല്ലാ കഷ്ണങ്ങളും. നോക്കി, അവിയലിന് എപ്പോഴും നീളത്തിലാണ് അരിഞ്ഞെടുക്കണേ കേട്ടോ. അപ്പോൾ എല്ലാ കഷ്ണവും നീളത്തിൽ അരിഞ്ഞ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കറി വയ്ക്കാൻ തുടങ്ങാം. ഞാൻ എല്ലാം അടപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഓരോ പച്ചക്കറികളും ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെ ഞാൻ നമ്മളുടെ മത്തങ്ങ ഇട്ട് കൊടുക്കുകയാണ്. മത്തങ്ങ ഇട്ട് കൊടുത്തു. മത്തങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം പടവലങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ. പടവലങ്ങ, ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ക്യാരറ്റ്, ഇനി അച്ചിങ്ങപ്പയർ, ഇനി നമ്മൾ ബീൻസ്. ഇനി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കണത് വെള്ളരിക്കയും കുമ്പളങ്ങയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. വെള്ളരിക്കയും കുമ്പളങ്ങയും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെള്ളരിക്കയും കുമ്പളങ്ങയും കൂടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇട്ട് കൊടുക്കുന്നത് നമ്മളുടെ കായ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചേക്കായിരുന്നു, കാരണം അത് കറുത്തു പോകും. അപ്പോൾ അതുകൊണ്ട് ഇതിനി അടുത്തത് കായ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് മഞ്ഞപ്പൊടി ഇടണം, മുളക് പൊടി വേണ്ട കേട്ടോ. ഇതിന് ഉപ്പിടണം. അതിക്ക് മുമ്പ് നമുക്ക് കുറച്ച് വേപ്പിലയും കൂടി ഇതിലേക്ക് യോജിപ്പിക്കാം. കുറച്ച് പച്ചമുളകും വേണം. ഇനി മുരിങ്ങക്കായ നമ്മൾ ലാസ്റ്റാട്ടോ ചേർക്കണേ. മാങ്ങ ചെയ്യുമ്പോഴാണ് മുരിങ്ങക്കായ ചെയ്യുന്നത്, അത് നമുക്ക് ലാസ്റ്റ് മതി. ഇനി ഒരു 6-7 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത് അതും കൂടി ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി യോജിപ്പിച്ച് കൊടുക്കുക. ഒരു ചെറിയ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. മുളക് പൊടി വേണ്ട കേട്ടോ. സദ്യകൾക്ക് മുളക് പൊടിയൊക്കെ ഇടാറുണ്ട്, പക്ഷെ ഞാൻ ഇങ്ങനെ മുളക് പൊടി ഇടാറില്ല. ഞാൻ മഞ്ഞൾപ്പൊടിയും മാത്രമേ ഇട്ട് വെക്കാറുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഒരു 1.5 ടേബിൾ സ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട്. നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം പിന്നീട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം, അധികം വേണ്ട കേട്ടോ, കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇതിങ്ങനെ വെള്ളം ഇതിൽ നിന്ന് തന്നെ കുറച്ച് വരും, അതുകൊണ്ട് നമുക്കിപ്പോൾ കുറച്ച് വെള്ളത്തിൻ്റെ ആവശ്യമുള്ളൂ. അധികം വെള്ളമായി കഴിഞ്ഞാൽ പിന്നെ വറ്റിച്ച് കളയാനൊന്നും പറ്റില്ല. അപ്പം അതുകൊണ്ട് കുറച്ച് വെള്ളം. ഇനി നമുക്കിത് ഇങ്ങനെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ അതെല്ലായിടത്തേക്കും ആയിക്കോളും. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം മാത്രം നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. ഇനി ഇതിൽ നിന്ന് വെള്ളം വരും കേട്ടോ. ഇനി നമുക്കിത് ഒന്ന് അടച്ചു വയ്ക്കാം. അടച്ചു വെച്ചിട്ട് നമുക്കൊരു ഇലയിട്ട് അടച്ചു വെച്ച് സ്റ്റൗവ് ഓണാക്കാം. സ്റ്റൗ കത്തിച്ചു. ഇനി നമുക്ക് ഒരു വാഴയുടെ ഇല വെച്ച് ഇത് അടച്ച് ഭദ്രമാക്കി കൊടുക്കാം. ഇനി അവിടെ ഇരുന്ന് വേവട്ടെ. നമുക്ക് തേങ്ങ ഒതുക്കി ചേർക്കണ്ടേ. നമ്മുടെ അവിയലിൻ്റെ ഹൈലൈറ്റ് തേങ്ങയാണല്ലോ. അപ്പോൾ ഒരു തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ചെറിയ പിടി ജീരകം ചേർത്ത് കൊടുക്കണം. അതേപോലെ തന്നെ ഇതിലേക്ക് കുറച്ച് കരിവേപ്പില, ഒരു 5-6 പച്ചമുളക്, അത് ഉണ്ടമുളകായിട്ട്, ഇത് പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും ഇതിട്ട് കഴിഞ്ഞാൽ. ഈ മുളകും കൂടി കൂട്ടി ഞാനൊന്ന് ഒതുക്കിയെടുക്കട്ടെ.
ഇതിന് തുറന്ന് നോക്കാം കേട്ടോ. വെള്ളമൊക്കെ ദേ വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി നോക്കാം. ആവശ്യത്തിന് വെള്ളമൊക്കെ ആയിട്ടുണ്ട്. നമ്മൾ ഇടയ്ക്കെടുത്തൊന്ന് ഇളക്കി കൊടുക്കണം, കാരണം ഇത് അടി പിടിക്കും അല്ലെങ്കിൽ. ഇനി നമുക്ക്, ഞാൻ പറഞ്ഞില്ലേ, മുരിങ്ങക്കായ്ക്ക് ഒട്ടും വേവില്ല. അതുകൊണ്ട് നമുക്ക് മുരിങ്ങക്കായയും ഒരു മാങ്ങയുടെ ഒരു ചെറിയ പീസും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. മുരിങ്ങയുടെ കായ ഒരു 2 മുരിങ്ങക്കായ എടുത്തിട്ടുണ്ട്. 2 മുരിങ്ങക്കായ, ഒരു പൂള് മാങ്ങ, അത് ചെറിയ പീസാക്കിയേക്കണം. നമ്മുടെ അവിയലിനൊരു ചെറിയ പുളിയൊക്കെ വേണമല്ലോ, അതിന് വേണ്ടിയാണ് ഞാൻ കായ എടുത്തിരിക്കുന്നത്. ഇനി ഒന്ന് നമുക്ക് ഇളക്കി കൊടുത്തിട്ട് മൂടി വയ്ക്കാം. അത് കഴിയുമ്പോഴേക്കും നമ്മളുടെ പച്ചക്കറികളൊക്കെ വെന്തിട്ടുണ്ടാവും കേട്ടോ. ഇനി ഒന്ന് മൂടി വയ്ക്കാം. A few moments later. നമുക്ക് തുറന്ന് നോക്കാം. നന്നായിട്ട് വെള്ളമൊക്കെ ഒരുവിധമൊക്കെ വറ്റിയിട്ടുണ്ട്. കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. മുരിങ്ങക്കായൊക്കെ ഇത് വെന്തിട്ടുണ്ട്. ക്യാരറ്റ് നമുക്ക് നോക്കാം. ക്യാരറ്റിനുള്ള വേവ്, ക്യാരറ്റും വെന്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുറന്ന് വയ്ക്കാം. ഇത്തിരി സ്വല്പം വെള്ളമുണ്ടല്ലോ, അതങ്ങോട്ട് വറ്റിപ്പോട്ടെ. അതിന് ശേഷം നമുക്ക് നമ്മളുടെ ഒതുക്കി വെച്ചിരിക്കുന്ന തേങ്ങ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഈ വെള്ളം അങ്ങോട്ട് വറ്റി കഴിയുമ്പോൾ നമുക്ക് നമ്മളുടെ അരച്ചു വെച്ചിരിക്കുന്ന ആ തേങ്ങയും അങ്ങോട്ട് കൂട്ടിട്ട് കൊടുക്കാം. അതിന് ശേഷം നമുക്കൊരു പൊടിക്ക് വെളിച്ചെണ്ണയും കൂടി തൂകി ഒരു 10 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം. അതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാം. ഒരുവിധം ഓക്കെ ആയിട്ട് ഇനി നമുക്കിത് നമ്മളുടെ കൂട്ടങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇത് നമ്മൾ അരച്ചത് കുറച്ച് ജീരകവും പച്ചമുളകും മാത്രം ഇട്ടിട്ടായിട്ട് അരച്ചിരിക്കുന്നത്. ഒരു കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊന്ന് യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം വെളിച്ചെണ്ണയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പം നമ്മളുടെ ഏറ്റവും സ്വാദിഷ്ടമായ ഓണത്തിൻ്റെ കറി റെഡിയായിട്ടുണ്ട്. ഇനി അധികം നമ്മൾ തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഇത് ഒരുവിധം എല്ലാ പാകമായിട്ടുണ്ട് കേട്ടോ. അങ്ങോട്ട് യോജിച്ചാൽ മതി. കൂടുതൽ നമ്മൾ ഇളക്കി കഴിയുമ്പോൾ കഷ്ണങ്ങളൊക്കെ ഉടഞ്ഞു പോവും. അങ്ങനെ വരാതിരിക്കാനാണ് പയ്യെ അങ്ങോട്ട് ആ സൈഡുകളിൽ നിന്ന് ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. അതിന് ശേഷം നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഒരു 5-8 മിനിറ്റ് ഒന്ന് അടച്ചു തന്നെ വെച്ചേക്കാം. അത് കഴിഞ്ഞ് മാത്രമേ നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. നമ്മളുടെ സ്വാദിഷ്ടമായ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഒരു 1.5-2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ല പച്ച വെളിച്ചെണ്ണ. ഇനി നമുക്കിത് അടച്ച് കുറച്ച് നേരം വെക്കാം. നമ്മുടെ സ്വാദിഷ്ടമായ അവിയൽ റെഡിയായി. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം. വളരെ എളുപ്പമാണ്. ഇപ്പം നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ അവിയലിൻ്റെ ആ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചപ്പോൾ ഉള്ളത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓണമൊക്കെ അല്ലേ വരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഓണത്തിൻ്റെ ആശംസകൾ. ഞങ്ങൾ നാളെ പുതിയ അടുത്ത വീഡിയോയുമായി വരുന്നതായിരിക്കും.